വെൽക്കം ബാക്ക് ടു ഐഫിൻ ക്രിയേഷൻസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു 1 ഇയർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പേപ്പറിലാണ് പാറ്റേൺ കട്ട് ചെയ്ത് കാണിക്കുന്നത്. പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ ഏത് ബിഗിനേഴ്സ് ആയാലും അല്ല അത്യാവശ്യം ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് മെറ്റീരിയൽ നല്ല രീതിക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പേപ്പറിൽ ഞാൻ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മെഷർമെൻ്റ് ഒന്നും ഞാനിവിടെ സെപ്പറേറ്റ് പറയുന്നില്ല കേട്ടോ. ഇനി നമ്മളെ ആം ഹോളിൻ്റെ പോർഷനിലുള്ളൊരു മെഷർമെൻറ്റും ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ അവിടെ വരുന്നത് നമുക്ക് കോളറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുള്ള പോർഷനിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളൊരു പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് മുകളിൽ നിന്നും താഴോട്ട് 2 ഇഞ്ച് ലെങ്ത്ത് വേണം കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്ക് അടയാളപ്പെടുത്താൻ പോവുകയാണ്. നെക്ക് ഒരു 1.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് 1.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത്. 2.5 ഇഞ്ചാണ് നമ്മൾ സാധാരണ പോലെ തന്നെ വിടുത്ത് കൊടുക്കുക കേട്ടോ. ഒരു ജസ്റ്റ് നമ്മൾ ആ ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ആ ഒരു മാർക്കിങ്ങും നെക്കിൻ്റെ ഒരു ഇതും തമ്മിൽ ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ടാവണമെന്ന് മാത്രം. അത് നമുക്ക് ആം ഹോളായിട്ട് ഒരു കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളവിടെ ഒരു 2.5, 3, 3.5 അങ്ങനെ രീതിക്കൊന്ന് താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ ആം ഹോളിൻ്റെ ആ അറ്റത്തോട്ട് നമുക്കൊരു കർവ് രീതിയിൽ നമുക്ക് ആ കൈയിനെ വരച്ചെടുക്കാൻ കഴിയും കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. മനസ്സിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഈ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എനിക്ക് അറിയാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലേ എന്നുള്ള കമൻറ്റൊക്കെ താഴെ പറയുക. നിങ്ങളെ സപ്പോർട്ടാണ്. നമ്മൾ വീണ്ടും നല്ല വീഡിയോസും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. ഇനി നമുക്കത് ക്ലോത്തിലേക്ക് വെച്ചിട്ട് വെട്ടിയെടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ പണി. പാറ്റേൺ ആകുമ്പോൾ നമുക്ക് സിമ്പിളാണ്. പിന്നീട് മിസ്റ്റേക്ക് വരുമോ അല്ലെങ്കിൽ അളവിൽ ചേഞ്ച് വരുമോ എന്നൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് പാറ്റേൺ അതിലേക്ക് വെക്കുക, പിൻ ചെയ്യുക, നമ്മൾ കട്ട് ചെയ്യുക. നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. നെക്ക് നമ്മൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അധികം വീഡിയോസ് ചെയ്തിട്ടും പറഞ്ഞിട്ടൊന്നും പരിചയമുള്ള ആളൊന്നുമല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മറ്റുള്ളവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോസ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് പറയുന്നത്. അപ്പോൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷന് നമ്മൾക്ക് പാറ്റേണിലുള്ള പോലെ തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിൽ നമുക്ക് ഇത്ര ലെങ്ത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കോളറാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ലെങ്ത്തിൽ അതേ അളവിൽ തന്നെ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സിബ്, ഹൂക്ക്, ബട്ടൺ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക. ഞാനിവിടെ ഹൂക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് 9 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ തന്നെ. അങ്ങനെ നമ്മുടെ ബോഡി പോർഷൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ പോർഷൻ ഒന്ന് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസുകൾ കട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല ചെറിയ തുണിയാണ്, അപ്പോൾ അതുകൊണ്ട് ഉള്ളതുമ്മൽ നിന്നൊക്കെ ചെറിയ പീസുകൾ കട്ട് ചെയ്തിട്ട് ക്രോസ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഞാൻ ഹൂക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പൈപ്പിംഗ് പോലെ നമുക്ക് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പീസ് ലെങ്ത്ത് 9 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 9 ഇഞ്ചിൻ്റെ ഡബിള് 18 ഇഞ്ചിനേക്കാൾ നീളം കൂടിയാൽ നമുക്ക് ബാക്കി വേസ്റ്റുകളിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ 2 പീസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രോക്കിൻ്റെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. ദെൻ മറിച്ചിട്ട് ഒരു മടക്കിട്ടിട്ട് മടിച്ച് കൊടുക്കുക. അതൊക്കെ ഒരുവിധം അത്യാവശ്യം ബിഗിനേഴ്സിനൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ജസ്റ്റ് പൈപ്പിംഗ് പോലെ മറിച്ച 2 സ്ലീവും അതുപോലെ തന്നെ നമ്മുടെ 2 ആമോളും ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഹൂക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവം റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ 2 പീസായിട്ടാണ് എനിക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 2 ആക്കി ഫോൾഡ് ചെയ്യാം. 2 ആക്കി ഫോൾഡ് ചെയ്തതിന് ശേഷം
ഒരു അറ്റത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫുള്ളായിട്ട് അതോട് കട്ടിങ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നിവർത്തി പിടിച്ചാൽ ഒരു സ്ട്രെയിറ്റ് പീസ് പോലെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് ഞാനിവിടെ കാണിക്കാം. നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് പോയതിന് ശേഷം അതിൻ്റെ ആ സെൻറ്റർ, ആ കട്ട് ചെയ്തതിൻ്റെ സെൻറ്റർ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് നീഡിലൊന്ന് കുത്തി നിർത്തുക. കുത്തി നിർത്തിയതിന് ശേഷം അവിടെ നല്ല രീതിക്ക് തിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ടുള്ള അടിപ്പ് ഫിനിഷ് ചെയ്തെടുക്കാൻ കേട്ടോ. നല്ല വശത്ത് വെച്ച് ചീത്ത വശത്തേക്കാണ് കേട്ടോ ഇത് മറിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വശത്താണ് വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വേസ്റ്റ് വരുന്ന തുണി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഹൂക്ക് വെക്കുന്ന രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് ജസ്റ്റ് താഴെ പോർഷനിൽ നിന്ന് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളവിടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഹൂക്ക് വെക്കുന്നവർക്കായാലും ഒക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പോർഷനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളുടെ അളവ് എത്രയാണോ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും വെച്ചിട്ട് അവരുടെ അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു 1 ഇയർ ബേബിക്കുള്ളൊരു ഫ്രോക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്, ചെസ്റ്റ്, വേസ്റ്റ് ഒക്കെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നെക്ക് റൗണ്ടാണ്. നെക്ക് റൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു നമ്മുടെ ഹൂക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് ജോയിൻ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ റൗണ്ട് വരുന്നത് 11.5 ആണ്. പക്ഷേ ഞാനിവിടെ ഒരു 13 ഇഞ്ച് ലെങ്ത്ത് വരുന്ന 3 ഇഞ്ച് വിടുത്തും വരുന്നൊരു പീസ് എടുത്തിട്ടുണ്ട്. ആ പീസാണ് ഇനി നമ്മൾ നെക്ക് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ നല്ല വശത്തുനിന്ന് നമ്മുടെ നെക്ക് അടിക്കാൻ വേണ്ടി എടുത്ത പീസിൻ്റെ നല്ല വശവും നമ്മുടെ ഫ്രോക്കിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മളൊരു സ്റ്റിച്ച് ഫുള്ളായിട്ട് നെക്ക് ഫുൾ റൗണ്ടിൽ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. സോറി, ആ നെക്ക് സ്റ്റിച്ച് ഇടുന്ന ഇത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. വീഡിയോ ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈമിൻ്റെ ഒരു മിസ്റ്റേക്കൊക്കെ നല്ലോണം വന്നിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുത്തതിന് ശേഷം മടക്കിയിട്ട് നമ്മൾ ചീത്ത വശത്തോട്ട് ആണ് കേട്ടോ നമ്മൾ കോളർ അടിച്ച് കൊടുക്കുന്നത്. എഡിറ്റിങ്ങിൽ വന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മളെ കയ്യിൽ നിന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഉള്ളിലൊക്കെയായിട്ട് ചീത്ത വശത്തേക്കായിട്ട് നമ്മുടെ കോളറിനെ മറിച്ച് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫ്രോക്കിൻ്റെ പണി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. എന്നാൽ തന്നെ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. 1 ഇയർ ബേബീസൊക്കെ നല്ല രസമാണ്. ഞാൻ എൻ്റെ കസ്റ്റമറെ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും നല്ല നല്ല ഡ്രസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ഡ്രസ്സിൻ്റെ കുട്ടി കസ്റ്റമറെ ഒന്ന് കാണണ്ടേ? ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കസ്റ്റമർ. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആ ചിരി കണ്ടാൽ അറിയൂലേ. അപ്പോൾ ഇൻഷാ അല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.